അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള കോഫി പുഡിംഗ് ആക്കിയാലോ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിംഗ്. അതിനായിട്ട് നമ്മൾ 1/2 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളെടുത്ത് 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കാം. കുറച്ച് വെള്ളത്തിൽ അലിയിക്കാൻ വെക്കാം കേട്ടോ. ഇനി പാലിതാ നന്നായിട്ട് തിളച്ച് വരുന്നു. ഈ സമയത്ത് ഇത് 300 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അതിൻ്റെ പകുതി എമൗണ്ട് എടുത്തിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അലിയാൻ വെച്ച ഈ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ചൈന ഗ്രാസ് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ സിസ്റ്റം. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം എൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് പൊടിഞ്ഞതുണ്ടായിരുന്നു, അത് യൂസ് ചെയ്യണം ഞാനിവിടെ. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആരോ റൂട്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കോഫി ആട്ടോ ഒഴിക്കാൻ പോണത്. ഇവിടെ ഞാൻ ഈ ബിസ്ക്കറ്റ് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് മാറ്റി വെച്ചു. ശേഷം 2 ടേബിൾ സ്പൂൺ കോഫി എടുത്തിട്ട് അതിലോട്ട് പച്ചവെള്ളം ചേർത്തു. ചെറു ചൂടുവെള്ളം ആണെങ്കിൽ ഒന്നും കൂടി വേഗത്തിൽ ഡിസോൾവ് ആവും കേട്ടോ ഈ കോഫി പൗഡർ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് കോഫി കുത്തുന്ന രീതിയിലുള്ള ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷൻ വേണം. ഇതിലോട്ട് പഞ്ചസാരയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, കാരണം ബിസ്ക്കറ്റിൽ ആൾറെഡി ഒരു ഷുഗർ ഉണ്ടാവുമല്ലോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ പുഡിങ്ങിൻ്റെത് ഈ ഒരു ബിസ്ക്കറ്റും കോഫി വാട്ടർ മിക്സാണ്. ഇപ്പോൾ നന്നായിട്ട് സെറ്റാക്കി ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചു കേട്ടോ, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ. പിന്നെ ഇതിന് ജലാറ്റിനൊന്നും ആവശ്യമില്ലല്ലോ സെറ്റാവാൻ. പിന്നീട് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലോട്ട് പഞ്ചസാര, നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര കൂടുതലായിട്ടും കുറവായിട്ടും എടുത്തു. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ, കാരണം എനിക്ക് മധുരം കുറവായിട്ട് ഫീൽ ചെയ്തു. ഇത് നന്നായിട്ട് ഇളക്കിയപ്പോൾ ജലാറ്റിനൊക്കെ ആൾമോസ്റ്റ് ഡിസോൾവ് ആയി. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് ഡിസോൾവ് ആയി ഉറപ്പ് വരുത്തിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗം കോഫിയിലോട്ട് ഒഴിച്ചു. ഞാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ കോഫിയിലോട്ട് ഒഴിച്ചത് സെക്കൻഡ് ലെയർ ആയിട്ടും പിന്നെ പ്ലെയിൻ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും മിക്സ് 3rd ലെയർ ആയിട്ടും ഒഴിക്കാനായിരുന്നു. പക്ഷെ എൻ്റെ പുഡിംഗ് ട്രേ അപ്പോഴേക്കും നിറഞ്ഞ് കവിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പകുതി ബാക്കി വന്ന പാല് വേറെ ട്രേയിൽ ഒഴിച്ചിട്ട് അതൊരു പുഡിംഗ് ആയിട്ട് എടുത്തു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പക്ഷെ ആ 3rd ലെയർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ടേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കോഫിയുടെ എമൗണ്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.